കരിയർ ബ്രേക്ക് എടുത്ത സ്ത്രീകളിൽ ഏതാണ്ട് ആഗോളതലത്തിൽ 60%-നും 70%-നും അടുത്ത സ്ത്രീകൾ മാത്രമാണ് തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നത്. അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏകദേശം 25% മുതൽ 35%-ആയി ചുരുങ്ങുന്നു. എന്തുകൊണ്ടാണ് ഏതാണ്ട് 98%-ഓളം സ്ത്രീകളും തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുമ്പോഴും അതിൻ്റെ പകുതി ശതമാനം സ്ത്രീകൾക്ക് പോലും തിരികെ ജോലിയിൽ പ്രവേശിക്കാനാവാതെ വരുന്നത്? കരിയർ ബ്രേക്ക് എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എങ്ങനെ ഒരു കരിയർ ബ്രേക്കിനെ വളരെ വിജയകരമായിട്ട് അതിജീവിക്കാം? അതിന് വേണ്ട കുറച്ച് ടിപ്സും ട്രിക്സുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഒപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ഡോക്ടർ ജോമിനി ജോയ്സ്. ഞാനൊരു പ്രൊഫഷണൽ റെസ്യൂമെ റൈറ്ററും കരിയർ കോച്ചുമാണ്. സോ വെൽക്കം ടു ദ വീഡിയോ. 2018 എൻ്റെ കുഞ്ഞുമായിട്ട് എൻ്റെ PhD ഡിഫെൻസ് ചെയ്ത ശേഷം ഞാൻ എൻ്റെ കരിയർ ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. പാരലലി കുറച്ച് ട്രെയിനിങ് സെഷൻസ്, കുറച്ച് എന്താ പറയുന്നത്, ഫാക്കൾട്ടി പൊസിഷൻസൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വളരെ ടെമ്പററി ബേസിസിലാണ് ഇതെല്ലാം ചെയ്തു പോകുന്നത്. അപ്പോൾ എൻ്റെ കരിയർ ബ്രേക്ക് ഏകദേശം 5 വർഷത്തോളം നീണ്ടു. ഒപ്പം ഞാൻ ഈ 5 വർഷ കാലയളവിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് താമസം മാറുകയും ചെയ്തു. അപ്പം നമ്മൾ കരിയർ റീസ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയത്ത്, അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കരിയർ റീസ്റ്റാർട്ട് ചെയ്യേണ്ടത് കംപ്ലീറ്റ്ലി പുതിയൊരു എൻവയോൺമെൻറ്റിലാണ്. എൻ്റെ സൗഹൃദങ്ങൾ, എന്നെ അറിയാവുന്നവർ, എൻ്റെ സ്കിൽസ്, എൻ്റെ സ്ട്രെങ്സ് ഒക്കെ അറിയാവുന്ന ആൾക്കാർ, എൻ്റെ എക്സ്പീരിയൻസ് എല്ലാം തന്നെ ഇന്ത്യയിലും. അപ്പോൾ ഞാൻ ഇനി എൻ്റെ കരിയർ റീസ്റ്റാർട്ട് ചെയ്യേണ്ടത് എക്സ്ട്രീംലി ന്യൂ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലുമാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് 2022 ഞാൻ എൻ്റെ കരിയർ റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ശരിക്കും നമ്മൾ കരിയർ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പ്ലാൻഡ് അല്ലാതെയാണ് നമ്മൾ കരിയർ ബ്രേക്ക് എടുക്കുന്നത് എന്ന കാരണം കൊണ്ട് തന്നെയാണ് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പല സ്ത്രീകളും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. കരിയർ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ശരിക്കും അവരുടെ കോൺഫിഡൻസ് റീഗെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നു എന്നതാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ കോൺഫിഡൻസ് കുറഞ്ഞു പോകുന്നത്? ഏതാണ്ട് 69%-ഓളം സ്ത്രീകളും കരിയർ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ മുമ്പത്തേനേക്കാളും വളരെ അധികം ആത്മവിശ്വാസം കുറഞ്ഞവരായി കാണപ്പെടുന്നു എന്നാണ് ആഗോളതലത്തിലുള്ള പഠനങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ പലപ്പോഴും ബ്രേക്ക് എടുക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് കുറേ അധികം ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ചിലരെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസിനേക്കാൾ കൂടുതൽ അവർ ഡേ ടു ഡേ ബേസിസിൽ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഈസ് ഓഫ് ഡൂയിങ് തിങ്സ് അത് കുറഞ്ഞു പോകും. അവർ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത് വീട്ടിനുള്ളിലും വീട്ടിലെ ആൾക്കാരും ഒക്കെ ആയിട്ടാവുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ പുറത്തിറങ്ങിയ ആൾക്കാരോട് മിണ്ടാനോ ഇടപെടാനോ ബുദ്ധിമുട്ട് വരും. അപ്പം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ കരിയർ ബ്രേക്ക് എടുത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. ഒരു വർഷ കാലയളവ് ഗ്യാപ്പ് എടുത്ത ഒരാൾ തിരികെ കയറുന്നത് പോലെ ഒരിക്കലും ഒരു 5 വർഷമോ 6 വർഷമോ 7 വർഷമോ കരിയർ ഗ്യാപ്പ് എടുത്ത ഒരാൾക്ക് ഓൾ ഓഫ് എ സഡൻ തിരികെ കയറാൻ പറ്റില്ല. റെസ്യൂമേ, നെറ്റ്വർക്കിംഗ്, പ്രൊഫൈൽ ബിൽഡിംഗ്, എവ്രിതിങ് കംസ് ആഫ്റ്റർവേർഡ്സ്. ഞാൻ എപ്പോഴും പറയുന്നത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വർക്ക് ഓൺ യുവർ ബിലീഫ് സിസ്റ്റം. തിങ്ക് അബൌട്ട് യുവർ നോൺ നെഗോഷ്യബിൾസ്, വാട്ട് യു ക്യാൻ ഗീവ് അവേ. നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും, എന്ത് കൊടുക്കാൻ പറ്റില്ല, വർക്കിൽ നിന്ന് നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തെടുക്കണം. ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. നിങ്ങൾ മുൻകാലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ വർക്ക് സ്പേസിൽ നിങ്ങൾക്ക് കുറേ കൊളീഗ്സ് ഉണ്ടാവും, മാനേജേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പവർ പൊസിഷൻസിൽ ഇരിക്കുന്ന പലരുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട്സ് ഉണ്ടാവും. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സ്, നിങ്ങളുടെ ഒരു സ്മോൾ കമ്മ്യൂണിറ്റി ഓഫ് ആൾക്കാരുണ്ടാവും. പല സമയത്ത് കരിയർ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് സ്ത്രീകൾ പലപ്പോഴും നമുക്ക് നമ്മുടെ കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാതെ അതിനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരിക്കും. കരിയർ ബ്രേക്കിലൊരു ഏതാണ്ട് മേജർ റീസണായിട്ട് വരുന്ന പേരൻ്റൽ കാരണങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയായിട്ട് കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആയിരിക്കത്തില്ല. അപ്പോൾ ഈ കണക്ഷൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റി വളരെ ചെറുതായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെയുള്ള എൻ്റെ റിലേറ്റീവ്സ്, കസിൻസ്,
ഇവരൊക്കെയായിരുന്നു എൻ്റെ ചെറിയൊരു കമ്മ്യൂണിറ്റി. സോ അപ്പോൾ എനിക്ക് കരിയർ റീസ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്ക് കുറേയേറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ എനിക്ക് ക്ലാരിറ്റി വേണമായിരുന്നു. ഒരുപക്ഷെ ഈ ഒരു സ്മോൾ കമ്മ്യൂണിറ്റിക്ക് എനിക്കിത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെ എനിക്കിത് എങ്ങനെ ബിൽഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ശരിക്കും ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അതിന് ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് എനിക്കൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുവഴി ഞാൻ ഞാൻ ആഗ്രഹിക്കുന്ന പ്രൊഫൈലിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതും ഈ സിംഗപ്പൂർ എന്നുള്ള രാജ്യത്തും അല്ല മറ്റു രാജ്യങ്ങളിലും എനിക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരിലോട്ടൊക്കെ ഞാൻ ആദ്യം അതിൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ സെലക്ട് ചെയ്തു. കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആകുമ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സ്ഥിരമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കുറേ അധികം കഴിയുമ്പോൾ അവർക്ക് നമ്മളോടൊരു കണക്ഷൻ ഉണ്ടായി വരും. അപ്പോൾ ആദ്യം കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ ഞാൻ സോർട്ട് ഔട്ട് ചെയ്തിട്ട് അവർക്ക് ഞാൻ കമൻസും ലൈക്സൊക്കെ ലിങ്ക്ഡിൻ വഴിയാണ് ഞാൻ കൂടുതലും കാരണം ലിങ്ക്ഡിൻ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കാണ്. ആരുടെ അടുത്ത് വേണമെങ്കിൽ ലിങ്ക്ഡിൻ ഉള്ള കമ്മ്യൂണിറ്റിയിൽ ഒരു കണ്ടൻറ് ക്രിയേറ്ററായിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യുമ്പോഴും നമുക്ക് ആ ഇൻഹിബിഷൻസ് വളരെ കുറച്ചാണ് ആ പ്ലാറ്റ്ഫോമിനുള്ളത്. അത് എത്തപ്പെടാൻ തന്നെ നമുക്ക് എന്നെ സംബന്ധിച്ച് കുറേ അധികം സമയമെടുത്തു. അപ്പോൾ ഞാനിങ്ങനെ കുറേ അധികം ആൾക്കാരിലേക്ക് എത്തി എന്നുള്ളതാണ്. അവർക്ക് മെസ്സേജസ് അയച്ചു. പതുക്കെ അവരിൽ പലരും, ചിലരൊന്നും റെസ്പോണ്ട് ചെയ്തില്ല, വളരെ കുറച്ച് ആൾക്കാർ റെസ്പോണ്ട് ചെയ്തു. ആ റെസ്പോണ്ട് ചെയ്ത ആൾക്കാർ എനിക്ക് നല്ല ഗൈഡൻസ് ആണ് ഇതിൽ തന്നത്. കാരണം ആ സമയത്ത് ഞാൻ കരിയർ റീസ്റ്റാർട്ട് ചെയ്യാൻ 2022 തുടങ്ങുന്ന സമയത്ത് ഒരു ബ്രേക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു സെപ്പറേറ്റ് കൺട്രിയിൽ നമുക്ക് ലോക്കൽ എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഇതിലെന്ത് ചെയ്യണം, ഞാൻ എന്തെങ്കിലും സ്കിൽസ്, എന്ത് സർട്ടിഫിക്കേഷനാണ് എടുക്കേണ്ടത്, എവിടെയാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു റിസോഴ്സസ് ഒന്നും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഞാൻ ശരിക്കും മെൻറ്റർഷിപ്പ് ആൾക്കാരിലേക്ക് എത്തി. ഈ ബ്രേക്കിനെ അതിജീവിച്ച കുറേ ആൾക്കാരെ ഞാൻ കണ്ടു, അവരോട് സംസാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഞാൻ എൻ്റെ കരിയർ കോച്ച് എന്നുള്ള രീതിയിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ ഇടയായത്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. പക്ഷെ നിങ്ങൾ കരിയർ റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുമല്ല, ബിൽഡ് ആൻഡ് ക്രിയേറ്റ് യുവർ നെറ്റ്വർക്ക്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരുടെ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ ഉണ്ടാക്കണം. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കുക. ഇനി ഞാൻ എടുത്ത മറ്റൊരു ടിപ്പ്, ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്ത മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത്, വേറൊരു രാജ്യം ആയതുകൊണ്ട് തന്നെ ഐ ഹാവ് സ്റ്റാർട്ടഡ് ഗോയിങ് ഫോർ വോളണ്ടിയറിങ് ഇനീഷ്യേറ്റീവ്സിന് ഞാൻ കുറേ എടുത്തു. ഇവിടെ തന്നെ കുറേ കരിയർ ടോക്സ്, ഒപ്പം ഇവിടെ വോളണ്ടിയറിങ് ചെറിയ ഫോറംസ് ഉണ്ട്, അവിടെയൊക്കെ റെഗുലറായിട്ട് പോകാൻ തുടങ്ങി. മന്ത്ലി വോളണ്ടിയറിങ് സെഷൻസിനൊക്കെ പോകുമ്പോൾ അവിടെ കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു. അവിടെ നമുക്ക് മേ ബി പവർ പൊസിഷൻസിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമുക്ക് കൂടുതലും നല്ല റെഫറൻസസ് കിട്ടും. ഒപ്പം നമുക്ക് കുറേ ഗൈഡൻസും, നമുക്ക് ആ ഒരു നമ്മുടെ കമ്മ്യൂണിറ്റിയെ നമ്മൾ വലുതാക്കുന്ന വഴി തന്നെ നമുക്ക് ശരിക്കും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അതാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സ്കിൽ ബിൽഡിങ്. നമുക്ക് ഇപ്പം അറിയാം, ഈ 2030 ഏകദേശം നമ്മൾ ഇപ്പം ഇതിന് മുന്നേ വർക്ക് ചെയ്തവരാണെങ്കിൽ കൂടി ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ സ്റ്റഡിയിൽ പറയുന്നത് ഏകദേശം മോർ ദാൻ 50% ഓഫ് ദ സ്കിൽസ് അബ്സല്യൂട്ട് ആവും. അതായത് അത് ഔട്ട്ഡേറ്റഡ് ആവും. അപ്പം ഈവൻ വർക്ക് ഫോഴ്സിൽ ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്നവർക്ക് പോലും സ്കിൽ ബിൽഡിങ് വലിയൊരു ചലഞ്ചാണ്. എല്ലാവരും തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് ഇരുന്നില്ലെങ്കിൽ അപ്പം തന്നെ അവർ ലേ ഓഫ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ഒരു കരിയർ ബ്രേക്ക് എടുത്തവർ നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലേ ഓഫ് ആയ ആൾക്കാരോട് കൂടിയാണ്. അപ്പം അവിടെ നമ്മുടെ സ്കിൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമാണ്. നമുക്ക് ശരിക്കും സ്കില്ല് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. ഉഡമി പോലെയുള്ള, കോഴ്സെറ, ഡുവലിംഗോ, അങ്ങനെ ദർ ആർ മെനി പ്ലാറ്റ്ഫോംസ് അവൈലബിൾ. അപ്പം ഇവിടെ നമുക്ക് വേണ്ടത് എന്താണെന്ന് തിരിച്ചറിവ് ആദ്യമേ തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സ്കിൽ ബിൽഡിങ് കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഏരിയയിൽ നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഏരിയയിൽ കുറച്ച് ചെറിയ സർട്ടിഫിക്കേഷൻസ്, അപ്ഡേഷൻസ് ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടൂൾസ് നമ്മുടെ കയ്യിൽ റെഡിയാക്കി വയ്ക്കുക. എന്താണ് നമ്മുടെ ടൂൾസ്? നമ്മളൊരു ജോലിക്ക് പണിക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ടൂൾസ് ഷാർപ്പൻ ചെയ്യുക എന്ന് പറയുന്ന പോലെ ഒരു കരിയർ ബ്രേക്ക് എടുത്ത ഒരാളെ സംബന്ധിച്ച് നമ്മുടെ ടൂൾസ് ഷാർപ്പനാക്കിക്കൊണ്ട് തന്നെ നമുക്ക് പണിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ വളരെയധികം മൂർച്ച കുറഞ്ഞു പോയാൽ നമ്മുടെ ടൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈല്, നമ്മുടെ റെസ്യൂമേ, നമ്മുടെ കവർ ലെറ്റർ, പിന്നെ നമ്മുടെ നെറ്റ്വർക്ക് എന്നുള്ളതാണ്. നമ്മൾ നെറ്റ്വർക്ക് ഓൾറെഡി കവർ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ലിങ്ക്ഡിന്, നമ്മുടെ റെസ്യൂമേ, നമ്മുടെ കവർ ലെറ്റർ,
ഇവിടെ നമ്മുടെ ഗ്യാപ്പിനെ എങ്ങനെ വിജയകരമായിട്ട് നമ്മൾ അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലി നമ്മൾ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് നമ്മൾ വിജയിക്കുന്നത്. ഈ ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ഒമിറ്റ് ചെയ്തിട്ട് വരുന്ന ഒത്തിരി റെസ്യൂമേഴ്സ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും എനിക്ക് പറയാനുള്ളത്, ഒരു സക്സസ് റേറ്റ് എബോവ് 60% എപ്പോഴും കിട്ടുന്നത് നമ്മൾ ഗ്യാപ്പ് എടുത്തെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് എടുത്തു എന്നുള്ളത് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ട് അതിൻ്റെ റീസൺ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത് വഴിയാണ് ശരിക്കും കുറച്ചും കൂടി നമുക്ക് ഇൻ്റർവ്യൂവറിൻ്റെ അടുത്ത് എത്താനുള്ള ചാൻസസിന് കാരണമാകുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഗ്യാപ്പിൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യുക. ഇപ്പം ഞാൻ പലപ്പോഴും ലിങ്ക്ഡിനിൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, ശരിക്കും എൻ്റെ ലൈഫിൽ ഞാൻ ടൈം മാനേജ്മെൻറ്റ് പഠിച്ചത് ഞാൻ ചെയ്ത മറ്റൊരു ജോലിയിലുമല്ല, ബട്ട് ഡ്യൂറിങ് മൈ പേരൻറ്റിങ് പീരീഡ്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സ്റ്റേ അറ്റ് ഹോം മോം എന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ടൈം മാനേജ്മെൻറ്റ് പഠിച്ചത്. ഇത്ര വൃത്തിയായിട്ട് എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് മുന്നേ ഒരിക്കലും എനിക്കറിയില്ലായിരുന്നു. സോ അതൊരു ഇതാണ്. ഒപ്പം നമ്മൾ വോളണ്ടിയറിങ് ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. നമ്മൾ കമ്മ്യൂണിറ്റിയായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെടുത്ത എല്ലാ സ്റ്റെപ്സും വളരെ വൃത്തിയായിട്ട് നമുക്ക് എഴുതാം. പിന്നെ ഇനി സർട്ടിഫിക്കേഷൻസ്, നമ്മളിപ്പോൾ സ്കിൽ ബിൽഡിങ്ങിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ റെസ്യൂമെയിൽ നമ്മൾ എഴുതുക. ഒപ്പം ലിങ്ക്ഡിനിലും ഇവിടെ ലിങ്ക്ഡിനിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ബ്രേക്ക് പ്ലാൻ ചെയ്താണ് എടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഈ സമയം നമുക്കൊരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജേർണി കുറച്ചും കൂടി എളുപ്പവും. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് പലപ്പോഴും ബ്രേക്ക് അൺപ്ലാൻഡ് ആയിപ്പോവും, അത് ലോങ് ആയിപ്പോവും. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ പ്ലാറ്റ്ഫോംസൊക്കെ നമ്മൾ യൂസ് ചെയ്യാതെ കിടക്കുമായിരിക്കും. അപ്പോൾ തിരിച്ച് വീണ്ടും അത് ശരിക്കും ഒപ്റ്റിമൈസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തൊക്കെ നമ്മൾ വൃത്തിയായിട്ടത് തിരിച്ചു കൊണ്ടുവരണം. അപ്പം നിങ്ങളൊരു കരിയർ റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾ ഏതാണ്ട് 80% ഈ ഒരു ജേർണിയിൽ കരിയർ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ചെയ്തു കഴിഞ്ഞു. ഇനി അവസാനത്തെ 20% എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മറ്റൊന്നുമല്ല, നമ്മളെ റെഫർ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ റെക്കമെൻഡ് ചെയ്യാൻ അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അവസാനത്തെ കാര്യം. ഇനി നിങ്ങൾ നിങ്ങളുടേതായ ഒരു ബിസിനസ്സാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് വേണ്ട ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ കെൽപ്പുള്ള ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. ഓൾറെഡി നമ്മൾ എക്സിസ്റ്റിംഗ് കണക്ഷൻസ് നെറ്റ്വർക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ ശേഖരിച്ചെങ്കിലും ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുക, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. ഈവൻ ആഫ്റ്റർ യു റീസ്റ്റാർട്ട് എ വർക്ക്, നിങ്ങൾക്കൊരു ജോലി കിട്ടി, നിങ്ങളൊരു കരിയർ റീസ്റ്റാർട്ട് ചെയ്തെങ്കിൽ കൂടി ഈ കണക്ഷൻസ് നിങ്ങളെ മുന്നോട്ട് അത് തുടർന്നുകൊണ്ട് പോകാൻ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുറപ്പുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാം. അവർ നിങ്ങളുടെ ഗ്രോത്ത് പിൽസായിട്ട് നിൽക്കാൻ പറ്റുന്നവരായിരിക്കണം. നിങ്ങളെ മെൻറ്റർ ചെയ്യാൻ, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ, ഈവൻ നിങ്ങളെ റെഫർ ചെയ്യാൻ, റെക്കമെൻഡ് ചെയ്യാനും ഒക്കെ കപ്പാസിറ്റി ഉള്ള ആൾക്കാരുമായിട്ട് നല്ല മീനിങ് ഫുൾ റിലേഷൻഷിപ്സ് ആൻഡ് കണക്ഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അവസാനത്തെ ടിപ്പ്. അപ്പം നിങ്ങൾ കരിയർ റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, എന്നാൽ നിങ്ങൾ അതിൽ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു എക്സ്പെർട്ടിൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ കരിയർ റീസ്റ്റാർട്ടേഴ്സ് ഗ്രൂപ്പ് കോച്ചിങ് പ്രോഗ്രാമിൻ്റെയും ഒപ്പം 1-to-1 കോച്ചിങ്ങിൻ്റെയും ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ഞാൻ കരിയർ റീസ്റ്റാർട്ട് ചെയ്തതിനെക്കുറിച്ച് എൻ്റെ ജേർണി, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൂട്ടി ഒരു ഒട്ടനവധി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അതും സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ വിഷിങ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.